Hi students, welcome to Kunji's class. Today we will discuss about your politics chapter first. What is democracy? Why democracy? Shall we start? അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. This chapter builds on a simple definition of democracy. Step by step, we work out the meaning of the terms involved in this definition. അതായത് ഈ പാഠത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ജനാധിപത്യം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാവും. വാട്ട് ഈസ് ഡെമോക്രസി? എന്താണ് ജനാധിപത്യം? ഇൻ ദിസ് ചാപ്റ്റർ 1 we read many stories from different parts of the world. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള പല സ്റ്റോറികളും നമുക്ക് ഈ പാഠത്തിൽ കാണാനായിട്ട് സാധിക്കും. ത്രൂ ദീസ് സ്റ്റോറീസ് വി ഡിസ്കസ്ഡ് വേരിയസ് ഗവൺമെൻറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻസ്. പല ഗവൺമെൻറ്റുകളെക്കുറിച്ചും അവിടുത്തെ ഓർഗനൈസേഷനെ കുറിച്ചും ഒക്കെയാണ് അതിൽ പറയുന്നത്, ഈ സ്റ്റോറികളിൽ പറയുന്നത്. വി കോൾഡ് സം ഓഫ് ദീസ് ഡെമോക്രസീസ്, അതേഴ്സ് വെയർ ഡിസ്ക്രൈബ്ഡ് നോൺ ഡെമോക്രസീസ്. അതായത് നമുക്ക് ചിലത് കാണാനായിട്ട് സാധിക്കും ഡെമോക്രസിയാണ്, അതായത് ജനാധിപത്യ സർക്കാരുകളാണ്. ചിലത് നോൺ ഡെമോക്രസിയാണ്, അതായത് ജനാധിപത്യേതര സർക്കാരുകളാണ്. ജനാധിപത്യ സർക്കാരുകളും ജനാധിപത്യേതര സർക്കാരുകളെക്കുറിച്ചാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. ക്യാൻ യു റീകോൾ ഫോർ ഈച്ച് ഓഫ് ദീസ് കൺട്രീസ് സംതിങ് അബൌട്ട് ദി ഗവൺമെൻറ്റ്സ് ദാറ്റ് വെയർ ഡിസ്ക്രൈബ്ഡ് ആസ് ഡെമോക്രസീസ്? വൈ ഡിഫൈൻ ഡെമോക്രസി? എന്തുകൊണ്ടാണ് ജനാധിപത്യത്തെ നിർവചിക്കുന്നത്? ബിഫോർ വി പ്രൊസീഡ് ഫർദർ ലെറ്റ് us ഫസ്റ്റ് ടേക്ക് നോട്ട് ഓഫ് ആൻ ഒബ്ജെക്ഷൻ ബൈ മെറി. അതായത് കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മെറിയുടെ ഒരു ഒബ്ജെക്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഷീ ഡസ് നോട്ട് ലൈക്ക് ദിസ് വേ ഓഫ് ഡിഫൈനിങ് ഡെമോക്രസി ആൻഡ് വാണ്ട്സ് ടു ആസ്ക് സം ബേസിക് ക്വസ്റ്റ്യൻസ്. ഈ രീതിയിലുള്ള ഒരു ജനാധിപത്യ നിർവചനത്തെ അവൾ ഇഷ്ടപ്പെടുന്നില്ല. ചില അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നു. ഹെർ ടീച്ചർ മറ്റിൽഡ ലിങ്ദോ റെസ്പോൺസ് ടു ഹെർ ക്വസ്റ്റ്യൻസ് ആസ് അതർ ക്ലാസ്മേറ്റ്സ് ജോയിൻ ദി ഡിസ്കഷൻ. മറ്റു കുട്ടികളും ഈ ഡിസ്കഷനിൽ പങ്കുചേരുന്നു, അതായത് ഈ ചർച്ചയിൽ അവരും പങ്കുചേരുന്നു. അവരുടെ ടീച്ചറായിട്ടുള്ള മറ്റിൽഡയാണ് ഇതിനുള്ള ആൻസർ നൽകുന്നത്. അതായത് മെറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നൽകുന്നത് മറ്റിൽഡയാണ്, അതായത് ടീച്ചറാണ്. അപ്പം മെറിയുടെ ചോദ്യം ഇതായിരുന്നു: മാം, ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഐഡിയ. ഫസ്റ്റ് വി സ്പെൻഡ് 1 whole chapter discussing democracies in different parts of the world and then we want to find out the meaning of democracy. അതായത് നമ്മൾ ഡെമോക്രസിയെക്കുറിച്ച്, അതായത് ഡെമോക്രാറ്റിക് രാജ്യങ്ങളെക്കുറിച്ച് മുഴുവൻ നമ്മൾ സംസാരിക്കാനായിട്ട് സമയം ചെലവഴിക്കുന്നു. അതിനുശേഷം ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്നു. ആ രീതി അവൾക്ക് ഇഷ്ടമില്ല. I mean, logically, shouldn't we have approached it the other way round? Shouldn't the meaning have come first and then the example? ഡെമോക്രാറ്റിക് രാജ്യങ്ങളെക്കുറിച്ചുള്ള ഉദാഹരണങ്ങളിൽ കൂടി മുഴുവൻ, അല്ലെങ്കിൽ എക്സാമ്പിൾസ്, എവിടെയൊക്കെയാണ് ഡെമോക്രസി, അങ്ങനെയുള്ള ആ എക്സാമ്പിൾസൊക്കെ കണ്ട് എത്തി ആ ഡെമോക്രസി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ആശയം മനസ്സിലാക്കുക എന്നുള്ളതിന് പകരം അവൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ആദ്യമേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതിന് ശേഷം അതിൻ്റെ ഉദാഹരണം കണ്ടെത്തിയാൽ പോരെ എന്നായിരുന്നു അവൾ ചോദിച്ചത്. ലിങ്ദോ മാഡം, ഐ ക്യാൻ സീ യുവർ പോയിൻറ്റ്. ലിങ്ദോ മാഡം ആരാണ്? അവളുടെ ടീച്ചറാണ്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് വാട്ട് ഈസ് നോട്ട് ഹൗ വി റീസൺ ഇൻ എവറി ഡേ ലൈഫ്. വി യൂസ് വേർഡ്സ് ലൈക്ക് പെൻ, റെയിൻ ഓർ ലവ്. ഡു വി വെയിറ്റ് ടു ഹാവ് എ ഡെഫിനിഷൻ ഓഫ് ദീസ് വേർഡ്സ് ബിഫോർ വി യൂസ് ദം? അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, അതായത് നിത്യജീവിതത്തിൽ ഇങ്ങനെ ഒരു ന്യായവാദം ചെയ്യുന്നത് ശരിയല്ല. കാരണം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ വസ്തുക്കൾ, അതായത് പെന്നാവട്ടെ, അല്ലെങ്കിൽ മഴയാവട്ടെ, അതും അല്ലെങ്കിൽ സ്നേഹമാവട്ടെ, എന്തും ആവട്ടെ, ഫീലിങ്സ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് ആവാം, എന്തു തന്നെയായാലും നമ്മൾ ആദ്യമേ അതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷമല്ലല്ലോ നമ്മളത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡു യു വെയിറ്റ് ടു ഹാവ് എ ഡെഫിനിഷൻ ഓഫ് ദീസ് വേർഡ്സ് ബിഫോർ വി യൂസ് ദം? നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കാറുണ്ടോ? കം ടു തിങ്ക് ഓഫ് ഇറ്റ്, ഡു വി ഹാവ് ക്ലിയർ ഡെഫിനിഷൻ ഓഫ് ദീസ് വേർഡ്സ്? അതായത് നമുക്ക് ഇതിൻ്റെയൊക്കെ വ്യക്തമായ ഡെഫിനിഷൻ അറിയാം അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ഇതിൻ്റെ എന്താണ് അതിൻ്റെ ആ ഒരു മീനിങ്, അല്ലെ ആ ഡെഫിനിഷൻ, നിർവചനം എന്താണെന്ന് നമ്മൾ തിരക്കാറില്ല.
ഇറ്റ് ഈസ് ഓൺലി ബൈ യൂസിങ് എ വേർഡ് ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്. കാരണം നമുക്ക് അതിൻ്റെ മീനിങ് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ വേർഡ് ഉപയോഗിക്കുന്നു. സോ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ബട്ട് ദെൻ വൈ ഡു വി നീഡ് ഡെഫിനിഷൻസ് അറ്റ് ഓൾ? ഇതിങ്ങനെയുള്ള എല്ലാത്തിനും എന്തിനാണ് നമുക്ക് നിർവചനങ്ങൾ വേണ്ടത്? ലിങ്തോ മാഡം, വി നീഡ് ഡെഫിനിഷൻസ് ഓൺലി വെൻ വി കം എക്രോസ് എ ഡിഫിക്കൽറ്റി ഇൻ ദി യൂസ് ഓഫ് എ വേർഡ്. അതായത് ഒരു വേർഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പ്രയാസം അനുഭവപ്പെടുന്ന സമയത്താണ് നമുക്കതിൻ്റെ നിർവചനം ആവശ്യമായിട്ട് വരുന്നത്. വി നീഡ് എ ഡെഫിനിഷൻ ഓഫ് റെയിൻ ഓൺലി വെൻ വി വിഷ് ടു ഡിസ്റ്റിങ്വിഷ് ഇറ്റ് ഫ്രം സേ ഡ്രിസിൽ ഓർ ക്ലൗഡ് ബസ്റ്റ്. അതായത് ഒരു മഴയെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ മഴ പല രീതിയിലുള്ള മഴയുണ്ടല്ലേ. ഡ്രിസിലാകാം, അതായത് ചാറ്റൽ മഴയാകാം, അല്ലെങ്കിൽ ക്ലൗഡ് ബസ്റ്റ് ആകാം, മേഘവിസ്ഫോടനം ഉണ്ടാകാം, അങ്ങനെ പല രീതിയിലുള്ള മഴയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ മഴയുടെ നിർവചനം ഓർത്തിരുന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കൂ. ദ സെയിം ഈസ് ട്രൂ ഫോർ ഡെമോക്രസി. വി നീഡ് എ ക്ലിയർ ഡെഫിനിഷൻ ഓൺലി ബിക്കോസ് പീപ്പിൾ യൂസ് ഇറ്റ് ടു ഡിഫറെൻറ്റ് പർപ്പസസ് ബിക്കോസ് വെരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് കോൾസ് ദംസെൽസ് ഡെമോക്രസി. അതുപോലെ തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഡെമോക്രസിയുടെ കാര്യത്തിലും ആളുകൾ അത് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന് ഒരു നിർവചനം അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ ആവശ്യമായി വരുന്നത്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോക്രസി ഈസ് എ റൂൾ ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്റാണ് ജനാധിപത്യ ഗവൺമെൻറ്. വി ഇൻ മേഘാലയ ഓൾവേസ് റൂൾഡ് അവർ സെൽസ്. ഞങ്ങൾ മേഘാലയക്കാർ എപ്പോഴും സ്വയം ഭരണമാണ്, അതല്ലെങ്കിൽ സ്വയം ഭരിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ എവരി വൺ. അത് മറ്റുള്ളവർ സ്വീകരിക്കുന്നുണ്ട്. വൈ ഡു വി നീഡ് ചേഞ്ച് ദാറ്റ്? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് അവിടെ ഒരു ചേഞ്ച്? അത് റിബിയാങ് എന്ന് പറയുന്നൊരു കുട്ടി ചോദിച്ചാണ്. മേഘാലയക്കാർ അവർക്ക് വേണ്ടിയിട്ട് സ്വയം ഭരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മാറ്റം എന്താണ് കൊണ്ടുവരേണ്ടത്? ലിങ്തോ മാഡം, ഐ ആം നോട്ട് സേയിങ് വി നീഡ് ടു ചേഞ്ച് ഇറ്റ്. ഐ ടു ഫൈൻഡ് ദിസ് ഡെഫിനിഷൻ വെരി ബ്യൂട്ടിഫുൾ. But we don't know if this is the best way of defining unless we think about it ourselves. We must not accept something just because it is famous, just because everyone accepts it. അപ്പോൾ അതിന് ടീച്ചർ കൊടുത്ത മറുപടി അത് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു ഡെഫിനിഷൻ വളരെ മനോഹരമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്താണ് ഡെഫിനിഷൻ? ഡെമോക്രസി ഈസ് എ റൂൾ ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. അതാണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവരുടെ ചർച്ച നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഡെമോക്രസി എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഡെമോക്രസി ഈസ് കം ഫ്രം എ ഗ്രീക്ക് വേർഡ് ഡെമോക്രാറ്റിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡെമോക്രസി എന്ന് പറയുന്ന പദം വന്നിരിക്കുന്നത്. അതായത് ഗ്രീക്ക് വേർഡ് ഇതായിരുന്നു. ഡിമോസ് എന്ന് പറഞ്ഞാൽ മീൻസ് പീപ്പിൾ, അതായത് ജനങ്ങൾ എന്നാണ്. അതുപോലെ തന്നെ ക്രാറ്റിയ എന്ന് പറഞ്ഞാൽ മീൻസ് റൂള്, ഭരണമെന്നാണ്. അപ്പോൾ ഈ രണ്ട് വേർഡും കൂടെ, അതായത് ജനങ്ങളും ഭരണം, അതായത് ജനാധിപത്യ ഭരണം എന്നുള്ള വേർഡ് ഡെമോക്രസി എന്നുള്ള സിംഗിൾ വേർഡായിട്ട് മാറിയത്. അപ്പോൾ നമുക്ക് ഡെമോക്രസി എന്താണെന്ന് നോക്കാം. എ സിമ്പിൾ ഡെഫിനിഷൻ. Let us get back to our discussion on similarities and differences among governments that are called democracies. In the ഗവൺമെൻറ്റുകൾക്കിടയിലെ സമാനതകളെയും വ്യത്യാസങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ ചർച്ചയിലേക്ക് നമുക്കൊന്നുകൂടെ തിരിഞ്ഞു നോക്കാം. We identified one simple factor common to all democracies. The government is chosen by the people. We could thus start with a simple definition. Democracy is a form of government in which the rulers are elected by the people. അതായത് ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും പൊതുവായുള്ള ഒരു ലളിതമായ നിർവചനം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? ജനങ്ങളാലാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്റാണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദി റൂളേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്, ഭരണാധികാരികളെയാണ്, അല്ലെങ്കിൽ ആ ഭരണകൂടത്തെയാണ് ജനാധിപത്യ ഭരണകൂടം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്.
This is a useful starting point. This definition allows us to separate democracy from forms of government that are clearly not democratic. The army rulers of Myanmar are not elected by the people. അപ്പോൾ ഈ ഒരു നിർവചനത്തിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും ജനാധിപത്യം എന്താണ്, ജനാധിപത്യേതരം എന്താണ്, അതായത് ജനാധിപത്യം അല്ലാത്ത സർക്കാരുകൾ എന്താണ്, ജനാധിപത്യ സർക്കാരുകൾ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. ദ ആർമി റൂളേഴ്സ് ഓഫ് മ്യാൻമർ ആർ നോട്ട് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളല്ല മ്യാൻമർ ഭരിക്കുന്നത്, അതായത് അവിടെ ആർമി റൂളേഴ്സാണ്. Those who happen to be in control of the army become the rulers of the country. അതായത് അവർ യാദൃശ്ചികമായിട്ട് ആർമിയുടെ കയ്യിലായിരുന്നവർ അല്ലെങ്കിൽ ആർമിയുടെ നിയന്ത്രണത്തിലായിരുന്നവർ അങ്ങനെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളായി മാറുകയാണ് ചെയ്യുന്നത്. പീപ്പിൾ ഹാവ് നോ സേ ഇൻ ദിസ് ഡിസിഷൻ. ഡിക്റ്റേറ്റേഴ്സ് ലൈക്ക് പിനോഷെ ആർ നോട്ട് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. അതായത് ഇങ്ങനെ ആർമി റൂളേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല അല്ലേ, പട്ടാള ഭരണം അവിടെ ഉണ്ടാകുന്ന യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു നടപടിയും കൈക്കൊള്ളാനില്ല. അല്ല, കാരണം ജനങ്ങൾ അവിടെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ആരെയും മത്സരിപ്പിച്ച് ജയിപ്പിക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. അവിടെ ജനങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല. അവിടെ യാദൃശ്ചികമായിട്ട് പട്ടാളത്തിൻ്റെ കയ്യിൽ ആ ഭരണം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, പിനോഷയെ പോലുള്ള ഏകാധിപതികൾ, അതായത് അവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. അതുപോലെ തന്നെയാണ് രാജവാഴ്ചകൾ ഉണ്ടാകുന്നത് അതുപോലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല, അവർക്ക് തലമുറകളായിട്ട് കൈമാറി വരുന്നത് അല്ലേ. ദിസ് ഓൾസോ അപ്ലൈസ് ടു മൊണാർക്കീസ്. രാജവാഴ്ചകളും അങ്ങനെ തന്നെയാണ്. ദ കിങ്സ് ഓഫ് നേപ്പാൾ ആൻഡ് സൗദി അറേബ്യ റൂൾ നോട്ട് ബിക്കോസ് ദ പീപ്പിൾ ഹാവ് ചോസൺ ദം ടു ഡു സോ ബട്ട് ബിക്കോസ് ദേ ഹാപ്പൻ ടു ബി ബോൺ ഇൻ ടു ദി റോയൽ ഫാമിലി. അവരങ്ങനെ റോയൽ ഫാമിലിയിൽ ജനിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർ ഭരണാധികാരികളായിട്ട് മാറുകയാണ്. ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്ത് വിടുന്നതല്ല. ദിസ് സിമ്പിൾ ഡെഫിനിഷൻ ഈസ് നോട്ട് അഡിക്വേറ്റ്. ഇറ്റ് റിമൈൻസ് ആസ് ദാറ്റ് ഡെമോക്രസി ഈസ് പീപ്പിൾസ് റൂൾ. ഈ ലളിതമായ ഒരു നിർവചനം അതുതന്നെ നമുക്ക് മതിയാവുന്നില്ല. കാരണം എന്താണ്, ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭരണമാണ്. ഇതെല്ലാം നമുക്ക് മനസ്സിലാകും. അതായത് ഈ എക്സാമ്പിളല്ല, ഇപ്പം രാജാവിൻ്റെ ഭരണമായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം പട്ടാളത്തിൻ്റെ ഭരണം, അങ്ങനെയുള്ള ഭരണമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ജനാധിപത്യ സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളുടെ ഒരു താല്പര്യത്തിനാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്രമാത്രം അവിടെ ശക്തിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. But if we use this definition in an unthinking manner, we would end up calling almost every government that holds an election a democracy. എന്നാൽ ഈ നിർവചനം, അതായത് ഈ ഒരു ഡെഫിനേഷൻ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന മിക്കവാറും എല്ലാ സർക്കാരിനെയും ജനാധിപത്യം എന്ന് വിളിക്കും. കാരണം നമുക്കറിയില്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പം എവിടെയൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ജനാധിപത്യ സർക്കാരുകളാണ് വരുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദാറ്റ് വുഡ് ബി വെരി മിസ്ലീഡിങ്. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നാണ്. കാരണം എന്താണ്, തിരഞ്ഞെടുപ്പ് നടത്തുന്ന എല്ലായിടത്തും വരുന്നത് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അല്ല വരുന്നത്. ആസ് വി ഷാൽ ഫൈൻഡ് ഔട്ട് ഇൻ ചാപ്റ്റർ 3, എവരി ഗവൺമെൻറ് ഇൻ കണ്ടംപററി വേൾഡ് വാണ്ട്സ് ടു ബി കോൾഡ് എ ഡെമോക്രസി ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് സോ. അതായത് ചാപ്റ്റർ 3ൽ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ വേൾഡിലെ എല്ലാ സർക്കാരുകളും ജനാധിപത്യ സർക്കാരുകളെന്നും വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ അല്ലെങ്കിൽ കൂടിയും അവരതാണ് ആഗ്രഹിക്കുന്നത്. That is why we need to carefully distinguish between a government that is a democracy and one that pretends to be one. We can do so by understanding each word in this definition carefully and spelling out the features of the democratic government. അതുകൊണ്ട് തന്നെ ജനാധിപത്യ സർക്കാർ എന്താണ്, ജനാധിപത്യ രീതിയിൽ നടിക്കുന്ന സർക്കാർ എന്താണെന്ന് നമ്മൾ ശ്രദ്ധാപൂർവം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ജനാധിപത്യ സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണ് ഭരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മുടേതെന്നറിയാം. എന്നാൽ ജനാധിപത്യ രീതിയിൽ നടിക്കുന്ന സർക്കാരുകളുണ്ട്, ജനാധിപത്യ സർക്കാരുകളുണ്ട്. എല്ലാവരും ജനാധിപത്യ സർക്കാരാകാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവർ ചില രാജ്യങ്ങൾ അങ്ങനെയല്ല, അവരത് ഭാവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ അവിടെ ജനാധിപത്യമാണോ അല്ലെങ്കിൽ ജനാധിപത്യേതര സർക്കാരാണോ അവിടെ ഭരിക്കുന്നത്, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.